അവൻ പിടക്കാണ്ടായിട്ട് സഹിക്കല്ല, അവനെ മരിക്കാൻ വിട്ടു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അപ്പം തന്നെ എടുത്ത് ചാടി, ഒന്നും ആലോചിച്ചില്ല. താഴെ ചാടി അപ്പം തന്നെ ഞാൻ എണീറ്റ് പൊങ്ങിയിട്ട് അവനെ ഷോൾഡറിൽ കയറ്റി. അവനെ പുറത്ത് തട്ട് കൊടുത്തപ്പോൾ അവൻ ഓക്കെ ആയി. അവൻ പേടിച്ച് കരയണ്ടായിരുന്നു. ഞാൻ ചാടാൻ വേണ്ടി പോയപ്പോൾ അവൻ ഉമ്മി ചാടല്ലേ, ഞാൻ ചാടിക്കോളാം എന്ന് പറഞ്ഞ് അവൻ വന്നിട്ട് അങ്ങനെ തന്നെ ചാടിയ, അല്ല നിൽക്കൊന്നും ചെയ്തില്ല. അവൻ കുഞ്ഞിനെ നോക്കി കുഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒറ്റ ചാട്ടം കൊടുക്കരുത്. അതായത് അവൻ ചാടിയതാണ് ഏറ്റവും വലിയ കാര്യം. ധൈര്യം എത്ര എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. അവൻ സ്വിമ്മിംഗ് പൂളിലും കുളത്തിലൊക്കെ നീന്താനും ഒക്കെ പോകാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര എടുത്ത് ചാടുമ്പോൾ പാറ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഞാൻ വിചാരിച്ചു പോലുമില്ല. 25 അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ വീണ 2.5 വയസ്സുകാരനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് സഹോദരൻ. ഈ സംഭവം നടക്കുന്നത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര കരുമക്കാട് എന്ന സ്ഥലത്താണ്. കരുമക്കാട് ഷെഫീഖിൻ്റെ വീട്ടിലാണ് ഇന്നലെ വൈകുന്നേരം 4:30 സംഭവമുണ്ടായത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ 2.5 വയസ്സുകാരൻ അബദ്ധത്തിൽ കാൽ വഴുതി കിണറ്റിലേക്ക് വീഴുന്നത്. ഉടൻ തന്നെ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അമ്മ ചാടാൻ നിൽക്കുമ്പോൾ അത് വകവയ്ക്കാതെ മകൻ ആയ സഹോദരനായ ഫർഗാനാണ് കിണറ്റിലേക്ക് എടുത്തു ചാടി കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത്. ആ സംഭവത്തെപ്പറ്റി ഇപ്പോൾ മാതാപിതാക്കൾ തന്നെ നമ്മളോട് പറയുകയാണ്. ഇവിടെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഒരു 3 പേരുണ്ടായിരുന്നു. മൂത്തയാൾ അകത്തിരിക്കണമായിരുന്നു, 2 പേരും പിന്നെ മോനും കൂടെ വന്ന് കളിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് ആയില്ല, അപ്പോൾ തന്നെ ഉമ്മി വീണെന്ന് പറഞ്ഞ് കിണറ്റിൽ വീണെന്ന് പറഞ്ഞില്ല. മോള് ഓടി വന്ന് പറഞ്ഞു. അപ്പം ഞാൻ എവിടെ വീണെന്ന് ചോദിച്ചാൽ കിണറ്റിലേക്കാണ് വീണെന്ന്. ഞാൻ ഓടി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഫോൺ അവിടെ വെച്ചിട്ട് ഓടി വന്നായിരുന്നു. അപ്പോഴേക്ക് മൂത്തവൻ ബാക്കിൽ നിന്ന് വന്നു. ഞാൻ ചാടാൻ വേണ്ടി പോയപ്പോൾ അവൻ ഉമ്മി ചാടല്ലേ, ഞാൻ ചാടിക്കോളാം എന്ന് പറഞ്ഞ് അവൻ വന്നിട്ട് അങ്ങനെ തന്നെ ചാടിയ, അല്ല നിൽക്കൊന്നും ചെയ്തില്ല. അവൻ കുഞ്ഞിനെ നോക്കി കുഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒറ്റ ചാട്ടം കൊടുക്കരുത്. എന്നിട്ട് പിന്നെ എടുത്ത് വെള്ളത്തിൽ നിന്ന് അവൻ പൊക്കിയെടുത്ത് പറഞ്ഞു കുഴപ്പമില്ല ഉമ്മി കരയിലെ, കുഞ്ഞ് സേഫാണ്, കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പോഴേക്കും എല്ലാവരും വന്നായിരുന്നു, ഒച്ച കെട്ടിയിട്ട് നാട്ടുകാരെല്ലാവരും വന്നു. വെള്ളം എന്ന് വെച്ചാൽ വെള്ളം കുറവാണ്. 1 ടാങ്ക് വെള്ളം കിട്ടും ഒരു ദിവസം. അവൻ്റെ ഒരു പകുതിയോളം വെള്ളം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അഗ്നിശമന സേനയൊക്കെ വന്നിരുന്നത്. വന്നിട്ടുണ്ടായിരുന്നു. ഒരു പയ്യൻ വേഗം വിളിച്ചു, കാരണം കസേരയിട്ട് ഇറക്കിയിട്ടൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോഴേക്കും അവർ വന്നു. പിന്നെ ഹസ്ബൻഡും ഒരു പണിക്കാരനും ഉണ്ടായിരുന്നു. അവർ 2 പേരും കൂടി ഇറങ്ങി കൊച്ചുങ്ങളെ സേഫാക്കിയായിരുന്നു. അപ്പോഴാണ് മൂത്തവൻ കയറിപ്പോന്നു. മോനിപ്പം ഈ ഫർഗാനല്ലേ, ഫർഗാന കാലിന് എന്തെങ്കിലും പരിക്കോ? കാല് മുട്ടുകാലൊന്ന് ചെന്നിടിച്ചതിന് ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ട്. അത് പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല, അല്ലാതെ ഒരു ബെൽറ്റ് പോലെ കെട്ടിയിട്ടുണ്ട്. ഫർഗാനെ എടുത്ത് ചാടി അനിയനെ രക്ഷിക്കാൻ വേണ്ടി. പേടിയില്ലായിരുന്നു അങ്ങനെ ചാടാൻ? പേടിയില്ല. ഞാൻ ചാടിയില്ല, ഇപ്പോൾ ഉമ്മച്ചി ചാടും. അപ്പോൾ അതിനെന്നല്ല ഞാൻ തന്നെ ചാടുന്നല്ലേ, ചാടിയതുകൊണ്ട്. കല്ലൊക്കെ ഇടിച്ചു, കാലിനൊക്കെ പരിക്കായി. താഴത്ത് കരിങ്കല്ലുണ്ടായിരുന്നു കിണറിൻ്റെ ഏറ്റവും അടിയിൽ. അവിടെ പോയി ഇടിച്ച്, വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയി ഇടിച്ച് നേരെ. ആ സമയത്ത് വേനൊന്നും ഉണ്ടായില്ല. അവിടെ ചെന്ന് താഴെ ചാടി അപ്പം തന്നെ ഞാൻ എണീറ്റ് പൊങ്ങിയിട്ട് അവനെ ഷോൾഡറിൽ കയറ്റി. അവനെ പുറത്ത് തട്ട് കൊടുത്തപ്പോൾ അവൻ ഓക്കെ ആയി. അവൻ പേടിച്ച് കരയണ്ടായിരുന്നു. വാപ്പയ്ക്ക് വന്നപ്പോൾ ഓക്കെ ആയി. പിന്നെ ഇവിടെ വിളിക്കാന്മാരുണ്ടായിരുന്നു, പിന്നെ ഉമ്മച്ചി ഉണ്ടായിരുന്നു. വാപ്പ ഇവിടെ ഉണ്ടായില്ല, വാപ്പാനെ വിളിച്ച് വിളിച്ചു പറഞ്ഞു ഇവരോട് പേടിക്കണ്ട. ഞാൻ ഉമ്മച്ചി അടുത്ത് പറഞ്ഞു, ഉമ്മച്ചി പേടിക്കണ്ട, അവൻ സേഫാണ്, അവൻ ഓക്കെയാണെന്ന് പറഞ്ഞു. അത് പെട്ടെന്നൊരു ആ നിമിഷത്തിൽ നമുക്ക് ചാടാനുള്ളൊരു ധൈര്യമൊക്കെ വരുവാണല്ലേ? കാരണം നമുക്കാണ് എൻ്റെ കയറും ലാഡറൊക്കെ നോക്കിയെന്നതിന് അവൻ മരിച്ചു. അവൻ പിടക്കാണ്ടായിട്ട് സഹിക്കല്ല, അവനെ മരിക്കാൻ വിട്ടു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അപ്പം തന്നെ എടുത്ത് ചാടി, ഒന്നും ആലോചിച്ചില്ല. എടുത്ത് ചാടി അവൻ അപ്പം തന്നെ രക്ഷിച്ചു. ശരിക്കും മോൻ്റെ ജീവൻ പോലും അപകടത്തിലാവുന്നൊരു തോന്നൽ അവൻ്റെയാണ്. കാരണം ഇപ്പം ഞാനൊന്ന് ചാടണ സമയത്തൊന്ന് ചരിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ എൻ്റെ തല പോയി കിണറിലെ വെള്ളം ഇടിക്കും. പിന്നെ ഇങ്ങനെയാണ് കമന്നാണ് വീണെങ്കിൽ എൻ്റെ തല പോയി നിലത്തിടിച്ചേനെയാണ്. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ പോയില്ല, കറക്റ്റ് നേരെ പോയി. കാലിന് മാത്രം പരിക്ക് പറ്റിയുള്ളൂ. 2 പേരും ഇപ്പോൾ സുഖമായിട്ടിരിക്കും, സന്തോഷം. അവന് ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്. കാല് മാത്രമേ പ്രശ്നമുള്ളൂ, കുഴപ്പമില്ല. പഠിക്കുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ. സ്കൂളിന് 2.5 ആഴ്ച കഴിഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ തന്നെ. കാരണം ലിഗമെൻറ്റിൻ്റെ അവിടെ ക്രാക്ക് ഉള്ളതുകൊണ്ട് നേരെ ഇതാക്കാൻ പാടില്ല, തന്നെ നടക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല സംഭവം നടക്കുമ്പോൾ. അപ്പോൾ ഞാൻ വേറെ സ്ഥലത്തായിരുന്നു, കാക്കനാട് ഭാഗത്തായിരുന്നു. അപ്പോൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് വേഗം സ്പീഡിൽ വണ്ടി എടുത്ത് പോന്നു. വന്നപ്പോൾ ഇവിടെ നാട്ടുകാരും സഹായികൾ അയൽവാസികളും എല്ലാവരും ഉണ്ടായി. കയറ് കാര്യങ്ങൾ കസേരയൊക്കെ കെട്ടിയിറക്കി. മോൻ അതിൻ്റെ അകത്ത് ചാടി ഇവനെ പൊക്കി പിടിച്ച് നിൽക്കണ്ടായിരുന്നു. പിന്നെ ഞാനും ഓടി വന്ന് ധൃതി പിടിച്ചിറങ്ങിയില്ല, കുറച്ച് നോക്കിയിട്ട് കയറ് കെട്ടി എല്ലാം സെറ്റാക്കിയിട്ട് ഞാനും ഇറങ്ങി. എൻ്റെ കൂടെ ഒരു സഹായി ഉണ്ടായി, അവനും ഞാനും ഇറങ്ങി. ഞാൻ എടുത്ത് സേഫാക്കി. എന്നിട്ട് സമാധാനിപ്പിച്ച് അവനെ സമാധാനിപ്പിച്ചിട്ട് അവന് വിറവലുണ്ടായി. അപ്പോൾ വെള്ളത്തിലിറങ്ങിയപ്പോൾ അവൻ കുറേ നേരം നിൽക്കുന്നത്. പിന്നെ ഈ കാല് ഇടിച്ചതിൻ്റെ വേദന കുറച്ച് കഴിയുമ്പോഴേ അറിഞ്ഞത്. അപ്പോൾ അവന് പാറയിൽ ചെന്ന് ഇടിച്ചിട്ടെ. പിന്നെ അവനെ പതുക്കെ ഞങ്ങൾ സേഫ്റ്റി ബെൽറ്റ് ഉണ്ടായി എൻ്റെ കയ്യിൽ, അതിൽ കെട്ടി കയറിട്ടി അവനെ പൊക്കി ഫയർഫോഴ്സ് തന്നെ അവനെ കയറ്റി വിട്ട് ഇങ്ങോട്ട് അവിടെ പോയി ഇരുത്തിച്ച്.
അപ്പോൾ കാല് ഭയങ്കര വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് പിന്നെ ശ്രദ്ധിക്കുന്ന കാല് പോയി ഇടിച്ചത്. അത് ക്ലിയർ ആക്കിയിട്ട് പിന്നെ ഞാൻ ഫയർഫോഴ്സ് വരാനൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കിണറ്റിൽ. വെള്ളത്തിൽ തന്നെ ഇവനെ കളിപ്പിച്ച് ഇവനൊന്ന് നോർമലാക്കി എല്ലാം എടുത്ത് തട്ടി, എന്നിട്ട് അവരെ കൊട്ടയിൽ റിങ് പോലത്തെ 2 കൊട്ടയുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് കയറി ഞങ്ങൾ പൊക്കിയെടുത്ത് സേഫ്റ്റി ആക്കി ഇവിടെ ഇറക്കി. അങ്ങനെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് അവർ പോയത്. അതായത് അവൻ ചാടിയതാണ് ഏറ്റവും വലിയ കാര്യം. ധൈര്യം എത്ര എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. അവൻ സ്വിമ്മിംഗ് പൂളിലും കുളത്തിലൊക്കെ നീന്താനും ഒക്കെ പോകാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര എടുത്ത് ചാടുമ്പോൾ പാറ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഞാൻ വിചാരിച്ചു പോലുമില്ല. അവനെടുത്ത് ചാടി അവനെ രക്ഷിച്ച്. ഇത്രയും ആഴമുള്ള കിണറ്റിൽ ചാടിയാണ് സ്വന്തം ജീവൻ പോലും നോക്കാതെ അനുജനെ രക്ഷിച്ചെടുത്തതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏതായാലും വലിയ അത്ഭുതം തന്നെയാണ്. ധൈര്യത്തോടെ ഈ കിണറ്റിൽ ചാടി സ്വന്തം അനുജൻ്റെ ജീവൻ രക്ഷിച്ച ഫർഗാന ആണിപ്പോൾ താരമായിരിക്കുന്നത്. ക്യാമറാമാൻ വിവേക് ജീവനത്തിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV, കൊച്ചി.